ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടി. മനസ്സിലായോ? അതായത് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോസ്റ്റസി, വിശ്വാസത്യാഗം. വിശ്വാസത്യാഗം ഉണ്ടാവും. വിശ്വാസം വിട്ട് ആളുകൾ പോകും. ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങളിത് അറിഞ്ഞിരിക്കണം. വിശ്വാസത്യാഗത്തെ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. വിശ്വാസത്യാഗം ഉണ്ടാവും. ഉണ്ടാവും എന്നാ പറഞ്ഞേക്കുന്നത്. ഉണ്ടായേക്കും എന്നല്ല, ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നല്ല. ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഉണ്ടാവും. അപ്പൊ ഉണ്ടാവുമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാൻ വേണ്ടത്. ഈശോ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസത്യാഗം ഉണ്ടാവുന്നതിന്റെ വിശദീകരണമാണ് അടുത്ത് പറയുന്നത്. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഒരാൾ പറയാണ്, ഞാൻ പറയുന്ന വിധത്തിലാണ് കുർബാന അർപ്പിക്കേണ്ടത്. ഒരാൾ പറയാണ്, ഞാൻ പറയുന്ന വിധത്തിലാണ് ഈ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആരാധനാ വിഷയമായതിന്റെ മുകളിൽ ഒരാൾ തന്നെ പ്രതിഷ്ഠിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നല്ല. ആരാധനാ വിഷയമായതിന്റെ മേളില് ഓരോരുത്തർ തന്നെ പ്രതിഷ്ഠിക്കും. എന്നിട്ട് പറയും, ഇതാണ്